തീർച്ചയായിട്ടും ഈ മേഖലയിൽ ഇത്തരമൊരു യുദ്ധം ഇനി നീണ്ടു പോവുകയാണെങ്കിൽ അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യാഘാതം, അതിൻ്റെ ആഘാതം, പ്രഹരശേഷിയും ഒക്കെ അനുഭവിക്കേണ്ടി വരുന്നത് UAE ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങൾ തന്നെ ആയിരിക്കും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇത് തീരണം, അല്ലെങ്കിൽ ഈ സംഘർഷം അവസാനിക്കണം എന്നൊരു ആഗ്രഹം പ്രകടിപ്പിക്കുന്നതും ഗൾഫിലെ നേതാക്കൾ തന്നെയാണ്. അവർ പലവട്ടം വിയന്നയിലും അതോടൊപ്പം തന്നെ ജനീവയിലും മസ്കത്തിലുമൊക്കെ ഈ ചർച്ചകൾ രണ്ടു കൂട്ടർക്കുമിടയിൽ മധ്യസ്ഥരായി നിന്നുകൊണ്ട് ഒമാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ നടത്തിയ ആ നീക്കം പോലും ഈ സമ്മർദ്ദത്തെ പരമാവധി ലഘൂകരിക്കാനും രണ്ടു കൂട്ടർക്കുമിടയിൽ ഒരു പൊതു സ്വീകാര്യമായിട്ടുള്ള ഒരു മാനദണ്ഡത്തിലേക്കും ഒരു കരാറിലേക്കും കൊണ്ടുവരാനായിരുന്നു നീക്കം. അതിന്ന് ഒമാൻ വിദേശകാര്യമന്ത്രി ബദറുൽ ബുസൈദി തന്നെ അക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. കാരണം ഒരു നല്ല ചർച്ച അതിൻ്റെ ഏറ്റവും ഒരു പ്രായോഗിക തലത്തിലേക്ക് കടക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഒരു ആക്രമണം ഇറാനുമേൽ അടിച്ചേൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്. ഇതിനെ അംഗീകരിക്കാനാവില്ല എന്ന് ഒമാൻ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. ഇപ്പോൾ ഒമാൻ ഒഴികെയുള്ള 5 ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെയും ഇന്ന് ആക്രമണം നടന്നു. അതും ഒരു വട്ടമല്ല, 3 വട്ടം പലയിടങ്ങളിലും ആക്രമണം നടന്നു. ഇന്നിപ്പോൾ രാത്രിയും വളരെ നിർണായകമായിരിക്കും. കാരണം ഇറാനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഏറ്റവും അടുത്ത് കിടക്കുന്ന രാജ്യങ്ങളാണ് ഈ എല്ലാ ഗൾഫ് രാജ്യങ്ങളും. അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു മിസൈൽ ആക്രമണം ഈ പ്രദേശത്തേക്ക് നടത്തുക എന്നത് വളരെ എളുപ്പമായിരിക്കും. പക്ഷെ അത് സൃഷ്ടിക്കാൻ പോകുന്ന ഇമ്പാക്റ്റ് എന്നത് അത് മേഖലയുടെ സാമ്പത്തിക താല്പര്യങ്ങളെ മാത്രമല്ല, ആഗോള സമ്പദ്ഘടനയെയും വലിയ തോതിൽ തന്നെ ബാധിക്കും. കാരണം ഇപ്പോൾ ഹോർമുസ് കടലിടുക്ക് ഏത് സമയവും അടച്ചിടുമെന്ന മുന്നറിയിപ്പ് നേരത്തെ തന്നെ ഇറാൻ നൽകിയിട്ടുണ്ട്. പക്ഷെ അത്തരമൊരു നീക്കം നടത്തുകയാണെങ്കിൽ അത് ശക്തമായി തന്നെ നേരിടുമെന്ന് അമേരിക്കയും വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ സംഘർഷം മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് സാമ്പത്തിക മേഖലയിൽ ഉണ്ടാക്കുന്ന തിരിച്ചടി വളരെ വലുതായിരിക്കും. കാരണം എല്ലാ അർത്ഥത്തിലും ഒരു മെച്ചപ്പെട്ടു വരുന്ന ഒരു സാമ്പത്തിക ശേഷിയാണ് ഈ ഗൾഫ് രാജ്യങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കൈമുതൽ. അപ്പോൾ അതിനൊക്കെ അവഗണിച്ചുകൊണ്ട് ഈ സൈനിക നടപടിയുമായിട്ട് അമേരിക്ക മുന്നോട്ട് പോകുമോ? അതല്ല ഈ സഖ്യരാജ്യങ്ങളുടെ ആവശ്യം പൂർണ്ണമായിട്ടും നിരാകരിച്ച് ഇസ്രായേലിന് വേണ്ടിയിട്ട് ഈ യുദ്ധം അതിൻ്റെതായ വ്യാപ്തിയിലേക്ക് കൊണ്ടുപോകുമെന്ന ചോദ്യത്തിന് ഒരുപക്ഷെ നേരത്തെ താജൊക്കെ സൂചിപ്പിച്ചതുപോലെ എത്രയും പെട്ടെന്ന് തങ്ങളുടെ ഒരു ദൗത്യം പൂർത്തീകരിച്ചു, 4 ദിവസം കൊണ്ട് അതിൻ്റെ പ്രധാന നേതാക്കളെ വകവരുത്തി, ബാലിസ്റ്റിക് മിസൈൽ പദ്ധതി തകർത്തു എന്നൊക്കെ പറഞ്ഞ് ഈ യുദ്ധം അവസാനിപ്പിക്കാൻ തന്നെ ആയിരിക്കും സാധ്യത കൂടുതൽ. കാരണം നമുക്കറിയാൻ സാധിക്കും 80കളിൽ, അതായത് ഇസ്ലാമിക വിപ്ലവം ഇറാനിൽ നടന്ന് ഒരു വർഷം തികയും മുമ്പാണ് ഇറാഖുമായിട്ടുള്ള യുദ്ധം. അതും 8 വർഷമാണ് ആ യുദ്ധം നീണ്ടു നിന്നത്. ലക്ഷക്കണക്കിന് മനുഷ്യരാണ് കൊല്ലപ്പെട്ടത്. ആ സമയങ്ങളിലൊക്കെയും അമേരിക്കയും ഈ മേഖലയിലെ സഖ്യരാജ്യങ്ങളും ഒക്കെ സദ്ദാം ഹുസൈന് പിന്തുണ പ്രഖ്യാപിക്കുകയായിരുന്നു. എന്നിട്ടും ആ 8 വർഷത്തെ യുദ്ധവും അതിജീവിക്കാൻ ഇറാന് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇറാനെ പൂർണ്ണമായിട്ടും കുറച്ച് കാണുക ഒരു ശരിയായിട്ടുള്ള രീതി ആവില്ല. പ്രത്യേകിച്ച് നാവിക രംഗത്തും കരസേനയുടെ ഒരു യുദ്ധത്തിൻ്റെ അവസ്ഥയും വരികയാണെങ്കിൽ അതിശക്തമായിട്ട് പിടിച്ചു നിൽക്കാനുള്ള ശേഷി, സൈനികമായ ശേഷി ഇറാന് നിലവിലുണ്ട്. അതുകൊണ്ട് തന്നെ ഗൾഫ് രാജ്യങ്ങൾ പേടിക്കുന്നതും അതാണ്. ഈ യുദ്ധം ഒരു വിനാശകരമായിട്ടുള്ള അവസ്ഥയിൽ അനിശ്ചിതമായിട്ട് നീളുന്നൊരു സാഹചര്യം ഉണ്ടാകരുത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അതിൻ്റെ ഒരു ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ഒരു പ്രശ്ന പരിഹാരം എന്നത് തന്നെയാണ് ഗൾഫ് രാജ്യങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. ഇന്നിപ്പം വിവിധ ഗൾഫ് രാജ്യങ്ങൾക്കിടയിൽ അവസാനിക്കണമെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നു, അതിന് മുൻപേ അവസാനിക്കണമെന്ന് ആഗ്രഹിക്കുന്നു.